വർഷം പോയപ്പോൾ ഞാൻ ഉണ്ടാക്കിയിരുന്നത് മുസ്ലി പായസമായിരുന്നു. ഇത് മുസ്ലി ഓട്സ് പായസമായിരുന്നു. മുസ്ലിം ഓട്സ് അതിനും ഫസ്റ്റ് ആയിരുന്നു. അങ്ങനെ ഇപ്പോഴും പരീക്ഷണം നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളൊന്ന് പരീക്ഷിക്കും. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഹെൽത്തി ബോളാണ്. അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചക്കയാണ്, പിന്നെ ഓട്സും അവിലും വറുത്ത് പൊടിച്ചതും ബ്രെഡുമാണ്, തേങ്ങ. ഈ സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഞാനിന്നിവിടെ ബോൾ ഉണ്ടാക്കാൻ പോകുന്നത്. അത് ഹെൽത്തി എന്ന് ഉദ്ദേശിക്കുന്നത് വെറും ഒറ്റ ടീസ്പൂൺ നെയ്യ് മാത്രമേ ഇതിൽ ചേർക്കുന്നുള്ളൂ. പിന്നെ കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടപ്പെടും. എന്ന് വെച്ചാൽ ഈ ഓട്സും അവിലൊക്കെ പറ്റ മാറ്റി വെക്കുന്ന കുട്ടികൾ വരെ ഇതൊരു ബോളാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ വീണ്ടും വീണ്ടും ചോദിച്ച് കഴിക്കും. അത്രയും ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണിത്. നമുക്കിത് ഇങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. നമ്മുടെ ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട്. തവ ചൂടാവട്ടെ. തവ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിതവിടെ ഒറ്റ ടീസ്പൂൺ നെയ്യ് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. നെയ്യ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെയ്യ് ചേർക്കാം. ഇത് ഞാനൊരു ഹെൽത്തി ബോൾ ആയതുകൊണ്ടാണ് നെയ്യ് ഇത്ര കുറച്ച് മതി എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എല്ലാ പ്രായക്കാർക്കും ഇത് കഴിക്കാൻ തടസ്സമില്ല. അതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ഞാൻ ഇവിടെ 1 കപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ചെറുങ്ങനെ ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിൽ തേങ്ങ മാത്രമേ ഒന്ന് അതിൻ്റെ ആ വെള്ളം വറ്റേണ്ട ആവശ്യമുള്ളൂ. ബാക്കിയൊക്കെ ഞാൻ വറുത്ത് പൊടിച്ച സാധനം ആയതുകൊണ്ട് എന്തായാലും ഇത് കേട് കൂടാതെ 2 ദിവസം നിങ്ങൾക്ക് സുഖമായി ഇരിക്കും. ചിലവർക്ക് അന്ന് തന്നെ കഴിക്കണം എന്നുള്ളവരാണെങ്കിൽ തേങ്ങ അത്ര കൂടുതലൊന്നും വറുക്കാതെ ചക്ക വരട്ടിയത് ചേർത്തതിന് ശേഷം തേങ്ങ ചേർത്താലും മതി. ഇതിവിടെ ഞാനൊരു 2 ദിവസം നിൽക്കേണ്ട ഒരു പാകത്തിലാണ് ഞാൻ ഈ വിഭവം കാണിക്കുന്നത്. അടുത്തത് നമുക്ക് ചക്ക വരട്ടെ. ചക്ക ഞാൻ ആദ്യം കുക്കറിൽ വേവിച്ചിട്ട് ശർക്കരയിൽ വരട്ടിയിട്ടതാണ്. അതാ ഈ ബ്രൗൺ കളറ്, അതാണ് നല്ല ബ്രൗൺ കളറായിരിക്കുന്നത്. അത് കൂടുതൽ ഹലുവ മാതിരി ഇങ്ങനെ ഉറച്ച് കിട്ടണ്ട. വെറുതെ ഒന്ന് അതിലത്തെ ആ ചക്കയത്തെ വെള്ളമൊക്കെ വറ്റിയിട്ട് ശർക്കര പാനി വെച്ചിട്ട് നമുക്കൊന്ന് നല്ലോണം മൂപ്പിച്ചെടുത്താൽ മതി. ഇതവിടെ തേങ്ങേൻ്റെ നിറം ഒന്ന് മാറി തുടങ്ങുന്നുണ്ട്. അത്രയും ആയാൽ മതി. കൂടുതൽ ബ്രൗൺ ഒന്നും ആവണ്ട. ആ തേങ്ങേൻ്റെ ഒരു പച്ച മണം പോയിട്ട് ഡ്രൈ ആയ മാതിരി തോന്നുന്ന ആ സമയത്ത് വേണം ഈ ചക്ക വരട്ടിയത് അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. തേങ്ങ ഒന്ന് വെള്ളം വറ്റിയതിൻ്റെ ശേഷം ഞാൻ ഇവിടെ ഗ്യാസ് ഒന്ന് സിമ്മാക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ നമ്മൾ ചക്ക ചേർക്കുന്നതിൻ്റെ ആ സമയത്തിൽ ഈ നടുവിൽ നിൽക്കുന്ന തേങ്ങ മാത്രം കൂടുതൽ മൂത്ത് പോകും. അതുകൊണ്ടാണ് ഞാൻ ഗ്യാസ് സിമ്മാക്കിയത്. എന്നിട്ട് വേണം ചക്ക ചേർക്കാൻ. ചക്കേൻ്റെ അളവ് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാതിരി എങ്ങനെ വേണമെങ്കിലും മാറ്റാം. ഇത് ചക്കയെ നല്ലോണം വരട്ടിയെടുത്തതായതുകൊണ്ട് ഇളക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എന്നാലും പക്ഷേ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് വിട്ട് വരുന്നത് കാണാം. ഇവിടെ ചക്കയിലേക്ക് തേങ്ങ മുഴുവനും നല്ലോണം പിടിച്ചിരിക്കുന്നുണ്ട്. ഇനി അവിലും ഓട്സും വറുത്ത് പൊടിച്ചത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് മുഴുവനും ചേർക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നോക്കിയിട്ട് നമുക്കിത് ബോളാക്കേണ്ട ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് മധുരം പോരാന്ന് തോന്നുന്ന ആ സമയത്ത് കുറച്ച് ശർക്കര പാനി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതിലേക്കിപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ ഓട്സും അവിലും ചേർത്ത് പോയിട്ടുണ്ട്. അപ്പോൾ അതിനെ കൊണ്ട് ഞാൻ കുറച്ച് ശർക്കര പാനി, കൂടുതലൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ബോളാക്കേണ്ട ആ ഒരു പാകത്തിന് വേണ്ടി മാത്രം ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 2 ടീസ്പൂൺ അത്രയും ഞാൻ ചേർത്തിട്ടുള്ളൂ. അതിലേക്ക് ഏലക്കാപ്പൊടി ചേർക്കാം. ഏലക്കപ്പൊടിയും 1 ടീസ്പൂണേ ചേർത്തിട്ടുള്ളൂ. ഇത് നല്ലോണം കൂട്ടി യോജിപ്പിക്കാം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം.
അതിങ്ങനെ ഉരുണ്ട് വരുന്നതാണ് ഇതിൻ്റെ പാകം. ഓ അങ്ങനെ ചക്കേൻ്റെ കൂടെ ഉരുളണം. നമ്മൾ ഇനി കൂടുതലും ഈ പൊടി ഇട്ടിട്ടുണ്ടെങ്കിൽ വീണ്ടും ഡ്രൈ ആകും. അപ്പം നമ്മൾ ചക്കേൻ്റെ ആ ഒരു പാകത്തിനനുസരിച്ചിട്ട് വേണം നമുക്ക് ചേർക്കാൻ. ഇനി ബോളാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വെള്ളം കൂടിയെന്ന് തോന്നുകയാണെങ്കിൽ ആ സമയത്ത് വേണമെങ്കിൽ ഈ അവിലും ഓട്സും പൊടിച്ചത് ചേർക്കാം. എന്നാൽ അത് വറുത്ത പൊടിയാണല്ലോ, അതുകൊണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ചൂടാക്കണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല. ഇത് ബോളാക്കിയതിൻ്റെ ശേഷം നമ്മൾ ബ്രെഡ് ക്രംസിൽ പൊതിയുന്നുണ്ട്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ പുറമുള്ള ഭാഗം ഒരു നനവോട് കൂടിയിട്ടൊക്കെ കിടക്കുക. അപ്പോൾ ഈ ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഡ്രൈ ആയിട്ടുണ്ടാകും. അപ്പോൾ കഴിക്കാനും നമുക്ക് കൂടുതൽ സ്വാദിഷ്ടമായി. ശരിയാണ്. ഇവിടെ പൊടികളൊക്കെ നല്ലവണ്ണം ചക്കയിലേക്ക് പറഞ്ഞതിന് ശേഷം ഗ്യാസ് ഓഫാക്കുകയാണ്. തണിയാൻ വേണ്ടി മാറ്റുകയാണ്. പെട്ടെന്ന് തണിഞ്ഞ് കിട്ടാൻ വേണ്ടി ഞാനൊരു പ്ലേറ്റിലേക്ക് പകർന്നിട്ടുണ്ട്. ഒരു ഇളം ചൂടോട് കൂടിയിട്ട് വേണം ഇത് ഉരുട്ടാൻ. ചെറിയ ചൂടുണ്ട്. ഞാൻ നല്ലവണ്ണം കൈനെ കൊണ്ട് കൂട്ടി കുഴക്കുകയാണ്. ഇതിൽ കുറച്ചൊരു വെള്ളമയം തോന്നുന്നുണ്ട്. ഞാൻ കുറച്ചും കൂടെ ഓട്സും അവിലും വറുത്തത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, നമുക്ക് ബോളാക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം കൂടുതലാണ് തോന്നുന്ന സമയത്ത് പൊടി ചേർത്ത് കൊടുത്താൽ മതി, ആവശ്യത്തിന് ചേർത്ത്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇതിൻ്റെ മധുരം കുറഞ്ഞു പോവില്ലേ എന്ന്. അങ്ങനെ തോന്നുന്നതാണെങ്കിൽ കുറച്ച് ശർക്കര പാനി ചേർത്താൽ മതി. ഇതങ്ങനെ മധുരം കുറഞ്ഞ് തോന്നില്ല. നല്ലവണ്ണം കൂട്ടി യോജിപ്പിക്കുകയാണ്. ചക്കവളയസിലും കുറേ ശർക്കരപ്പാനിയൊക്കെ ചേർത്ത് കാണുമല്ലോ. അതെ, പാകത്തിൽ ശർക്കരപ്പാനി ചേർത്തിട്ടാണ് ഞാൻ എടുത്തിരുന്നത്. മധുരത്തിൻ്റെ പ്രശ്നം വരുന്നില്ല. ഇതിപ്പോൾ അതാ ബോളാക്കേണ്ട ആ ഒരു പാകത്തിലായിട്ടുണ്ട്. ഞാൻ ഈ ഫീൽഡിലേക്ക് ഇറങ്ങാൻ തന്നെ കാരണം എന്നെ നെയ്ബറായ ശ്രീകുമാരേട്ടനാണ്. അവർ മലയാള മനോരമയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. എൻ്റെ ഇവിടുത്തെ ഓരോ പാചകങ്ങൾ ചെയ്യുന്ന കണ്ടിട്ട് അവർ പറഞ്ഞ എന്തായാലും ഈ ഫീൽഡിലേക്ക് ഇറങ്ങി പറ്റുമെന്ന് പറഞ്ഞിട്ട് അവരെ ആ ഒരു മോട്ടിവേഷനിലൂടെയാണ് ഞാൻ ഈ രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. പിന്നെ ഈ വനിതയിൽ വന്നിരിക്കുന്ന ആ പായസമേളക്ക് പോയി അതിൽ വിൻ ചെയ്ത് അപ്പോൾ ഒരു പ്രാവശ്യം വിൻ ചെയ്തപ്പം പിന്നെ അടുത്ത പ്രാവശ്യം ആ ഒരു കൊല്ലം വരുന്ന സമയത്ത് എന്തുകൊണ്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൂടാന്നുള്ളതായി. അങ്ങനെ ഞാൻ തന്നെ ഒരു പുതിയ പായസങ്ങൾ കണ്ടുപിടിച്ചു. പിന്നെ ഫ്ലവേഴ്സ് ചാനലിൽ 2 പ്രാവശ്യം പായസമേളയിൽ വിന്നറായിരുന്നു. അപ്പോൾ ഫ്ലവേഴ്സിലെ ആ ഒരു പാചകം ഒന്ന് പറഞ്ഞേക്കാവോ? പായസം ഫസ്റ്റ് പായസം ഉണ്ടാക്കിയത് മുത്തശ്ശി പായസമായിരുന്നു. മുത്തശ്ശി പായസമാണേ. അത് എല്ലാവരും ഭയങ്കര ഒരു ഒരു പായസമായിരുന്നു. അത് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത് കപ്പയും പിന്നെ നേന്ത്രപ്പഴമൊക്കെ ചുട്ടിട്ടായിരുന്നു ഉണ്ടാക്കിയത്. അതൊരു വെറൈറ്റിയാണ്. അത് പിന്നെ അതിൻ്റെ അകത്ത് തുളസിയും കുരുമുളകും ചെറിയുള്ളിയൊക്കെ ചേർത്തപ്പം അത് ഈ കറിയിലൊക്കെ ചേർത്തുന്ന സാധനം നീ എങ്ങനെ പായസത്തിലിട്ടാല് അതെങ്ങനെ ഭയങ്കര ശരിയാവുമെന്ന് തോന്നി. എല്ലാവരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കുടിച്ചിട്ട് എല്ലാവരും പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ട്. അത്രയും ചിന്തിച്ച് അതിനെ പറ്റി വിദഗ്ധമായിട്ട് കേട്ടോ അതെല്ലാം ഒത്തിരി പരീക്ഷണങ്ങൾ നടത്താൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പിന്നെ 2ാമത്തെ വർഷം പോയപ്പോൾ ഞാൻ ഉണ്ടാക്കിയിരുന്നത് മുസ്ലി പായസമായിരുന്നു. ഇത് മുസ്ലി ഓട്സ് പായസമായിരുന്നു. മുസ്ലിം ഓട്സ് അതിനും ഫസ്റ്റ് ആയിരുന്നു. അങ്ങനെ ഇപ്പോഴും പരീക്ഷണം നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളൊന്ന് പരീക്ഷിക്കും അല്ലേ? പിന്നെ അടുത്ത പ്രാവശ്യം ഒരു കുക്ക് ഫോർ ഫഹദ് എന്ന് പറഞ്ഞ അതിൻ്റെ കോമ്പറ്റീഷന് പോയി. അതാണ് ഭയങ്കര മറക്കാൻ പറ്റാത്ത അനുഭവമാണ്. അത് മെയിനായിട്ട് ആദ്യം വീഡിയോസ് എടുത്ത് അയച്ചു കൊടുക്കണമായിരുന്നു നമുക്ക്. അതിന്ന് 3000 പേരിൽ നിന്നാണ് അവർ വെറും 15 പേരെ സെലക്ട് ചെയ്തിരിക്കുന്നത്. അവിടെ ചെന്നപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത് ഇത്രയും പേര് ഇടയിൽ നിന്നാണ് ഞങ്ങളെ സെലക്ട് ചെയ്തിരിക്കുന്നത്. ആ 15 പേരിൽ നിന്ന് പിന്നെയും സെലക്ട് ചെയ്തിട്ട് 10 പേരായി. ആ 10 പേരേലും ഞാൻ ഉൾപ്പെട്ടു. അവിടെ ചെന്നിട്ട് ഒരു 5 സ്റ്റേജസ് ആയിട്ടായിരുന്നു അവർ പ്രൈസ് കൊടുത്തിരുന്നത്. അപ്പോൾ അതിൽ ഒരു വിന്നറായിട്ട് എന്നെയും കിട്ടി. അപ്പോൾ അതൊക്കെ ഒരു നമ്മൾ ലൈഫിൽ മറക്കാൻ പറ്റാത്ത ഒരു സംഭവമായിരുന്നു. ഇനിയും ഒരുപാട് സമ്മാനങ്ങൾ ഇനിയും സാധിക്കും. നമുക്ക് മുന്നോട്ട് വെച്ച കാലം മുന്നോട്ട് തന്നെ പോട്ടെ കേട്ടോ. താങ്ക് യു. ഓക്കെ.
ബാക്കിയുള്ളത് എല്ലാം ഇതേമാതിരി ബോളാക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നിങ്ങൾക്ക് ഇപ്പോൾ കൂടുതൽ ഹെൽത്തി ആവണം തോന്നുകയാണെന്ന് വെച്ചാൽ ഈ ബ്രെഡ് ക്രംസിന് പകരം അണ്ടിപ്പരിപ്പും ബദാമും കൂടെ വറുത്ത് പൊടിച്ചിട്ട് അങ്ങനെ ആയാലും പിള്ളേർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആയാലും കുഴപ്പമില്ല. ഇത് ഞാൻ പിന്നെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചേർത്തിരിക്കുന്നത്. അപ്പം എന്താണേലും ഇതിൽ എന്തൊക്കെ വേണമെങ്കിലും നിങ്ങൾക്ക് ചേർക്കാം, ഏത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും ചേർക്കാം, മുന്തിരി ഒഴികെ. മുന്തിരി ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കേടായി പോകും. ഞാനിതിന് 2 ദിവസം ലൈഫ് ലോങ് പറഞ്ഞല്ലോ. അത് എന്താ പറഞ്ഞു വെച്ചാൽ ഇതിൽ നമ്മൾ തേങ്ങ നല്ലോണം വെള്ളം വറ്റിച്ചിട്ടാണ് ചേർത്തിരിക്കുന്നത്. അപ്പം അങ്ങനെ പെട്ടെന്ന് കേടാവില്ല. അപ്പോൾ ഇതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഫിനിഷിംഗ് ആയി. അതെ. ആ വെള്ളമയം പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു കോട്ടിങ് കൊടുക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ ഇങ്ങനെ ഈ കോട്ടിങ് വേണ്ട, അങ്ങനെ തന്നെ കഴിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും കഴിക്കാം. അതും നല്ല രുചി തന്നെയാണ്. അങ്ങനെ രുചി വ്യത്യാസമൊന്നും വരുന്നില്ല. അങ്ങനെയാകുമ്പോൾ കൈയിലും ഒരു ഒട്ടലും ഉണ്ടാകും. നമ്മളത് ഒരു കോട്ടിങ്ങും കൊടുക്കാതെ ആകുന്ന സമയത്ത്, പ്രത്യേകിച്ച് ചക്കയല്ലേ, അതുകൊണ്ട് ചെറിയൊരു ഒട്ടലുണ്ടാവും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബ്രെഡ് ക്രംസിൽ കാണുമ്പോഴും ഒരു നല്ലൊരു ഭംഗിയുണ്ടല്ലോ. അതെ. ഞാൻ പറഞ്ഞ ഹെൽത്തി ബോൾ ഇവിടെ റെഡിയാണ്. സോളിക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. ഓക്കെ. സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങൾ എത്രയും പെട്ടെന്ന് ഉണ്ടാക്കണം. ഇത് ഉണ്ടാക്കി നോക്കുന്നുള്ള ശുഭ പ്രതീക്ഷയോടുകൂടി എല്ലാവരും ബൈ.